ഇത് മിയ, ഇത് സേറ, ഇത് സിയ. ദേ ഈ കാണുന്ന ആളെ, അതായത് സേറ മോളെ ഞാൻ അടിമാലി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അടിമാലിയിൽ നിന്ന് വടശ്ശേരിക്കര വരെ ഞാൻ ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വന്നതല്ല കേട്ടോ. എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് പോകാൻ വേണ്ടി വന്നപ്പോൾ ഇവളെയും കൂടി കൊണ്ടുപോകാമെന്ന് വെച്ചു. കാറിനുള്ളിൽ കയറി കുറേ നേരം ആൾക്ക് ആകെക്കൂടി ഒരു കൗതുകമായിരുന്നു കേട്ടോ. കാറിനുള്ളിൽ തൂങ്ങിക്കിടക്കണ ഈഗിളൈ, അതേപോലെ മാല, അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് നോക്കി ഇങ്ങനെ കണ്ണ് വീഴ്ചിരിക്കുന്നുണ്ടായിരുന്നു. ആൾ പൊതുവെ ഒരു ശാന്ത സ്വഭാവക്കാരിയാണെന്ന് തോന്നണം. വലിയ ബഹളങ്ങളോ കരച്ചിലുകളോ ഒന്നുമില്ല കേട്ടോ. ചില്ലറ ദൂരമൊന്നുമല്ലല്ലോ, ഏതാണ്ട് 5 മണിക്കൂർ യാത്ര ചെയ്യണം. അതുകൊണ്ട് തന്നെ ആളുടെ ടോയ്ലറ്റൊക്കെ കാറിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്താട്ടോ കൊണ്ടുപോയത്. പക്ഷേ കാർ യാത്രയിലേ വളരെ സേഫായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന എന്തോ സംവിധാനമായിട്ടാണെന്ന് തോന്നണം കേട്ടോ മുപ്പത്തിയാറിതിനെ കണ്ടേക്കണേ. കൂടുതൽ സമയം ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിൽ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ ആൾ. പിന്നെ ബാക്കിയുള്ള സമയത്ത് സ്വന്തം അപ്പിപ്പാത്രത്തിലും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ നേര്യമംഗലം ടൗണിൽ എത്തിയിട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാട്ടോ ഇവിടെ. നേര്യമംഗലം ടൗൺ കഴിഞ്ഞാൽ പിന്നെ പണ്ട് യോധ സിനിമയ്ക്കകത്തിൽ ജഗതിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ എന്ന അവസ്ഥ കേട്ടോ. മണ്ണിടിഞ്ഞ് വീഴുമോ മരം ഇടിഞ്ഞ് വീഴുമോ ഒന്നും അറിയാൻ പാടില്ല. അള്ള പഠിച്ചാനേ നമ്മളെ കാത്തോളി എന്ന് പറഞ്ഞ് പപ്പുച്ചേട്ടൻ്റെ അവസ്ഥയിൽ നമ്മളങ്ങ് ഇരുന്നോളണം. അതേ, നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, സേറാമോളെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ അവിടെ നമ്മുടെ ബെല്ലമോളുണ്ടല്ലോ, അവൾക്ക് ഈഗോ അടിക്കോ ജലസി തോന്നുമോ ഒന്നും അറിയാൻ പാടില്ല. അതോ ഇനി രണ്ടാളും കൂടി കൂട്ടാവുമോ എന്നും അറിയാൻ പാടില്ല. ഇതേ നോക്ക്, ചീയപ്പാറയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. വെള്ളം മാത്രമല്ല, കാഴ്ചക്കാരും ടൂറിസ്റ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 5 മണിക്കൂർ മുന്നേ തുടങ്ങിയ യാത്ര ഏതാണ്ടൊക്കെ അവസാനിക്കാറായി വരുന്നുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ ചെന്നിട്ട് സേറിൻ്റെയും ബെല്ലേൻ്റെയും കൂടിക്കാഴ്ച കാട്ടിത്തരാമേ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വന്ന പടേ ഞാൻ സേറിനെ കൊണ്ട് ബെല്ലേൻ്റെ കൂടെ ഇരുത്തി. ബെല്ലയാണെങ്കിൽ ശ്വാസം പോലും എടുക്കാൻ വേണ്ടിയിട്ട് പേടിയായിട്ടാണോ മറന്നുപോയിട്ടാണോ എന്നറിയാൻ പാടില്ല. ബെല്ലയ്ക്ക് യാതൊരു പ്രതികരണവും ഇല്ല, ബെല്ലയ്ക്ക് ഒരു അനക്കം കൂടിയില്ല. ഇത് തമ്മിത്തല്ലോ കൂട്ടാരാകുമോ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഇത്രയുള്ളൂ, ബൈ.